നമസ്കാരം. ദിവ്യസ് ഡിവൈൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയയുടെ മഹാത്മ്യം എല്ലാ സജ്ജനങ്ങൾക്കും അറിയാമായിരിക്കും. ക്ഷയിക്കാത്ത അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ദിനമാണ് അക്ഷയ തൃതീയ. ഈ ദിനം നമ്മൾ മഹാവിഷ്ണുവിനെയും ശ്രീ ലക്ഷ്മി ദേവിയെയും വ്രതമെടുത്ത് ആരാധിക്കുകയാണെങ്കിൽ കിട്ടുന്ന പുണ്യം അതിശയോക്തിയുള്ളതായിരിക്കും. ക്ഷയിക്കാത്ത അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ദിനമാണ് അക്ഷയ തൃതീയ. ഈ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദാനധർമാദികൾ മുഖ്യമായിട്ടും ചെയ്യണം. പിന്നീട് പാരായണം, ജപം, ധ്യാനം എന്നിവയ്ക്കെല്ലാം മുഖ്യമായ സ്ഥാനമാണ് ഇന്നത്തെ ദിനത്തിനുള്ളത്. നമുക്ക് പറ്റാവുന്ന വസ്തുക്കൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുക. ആർക്കാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്? 5 നേരവും ഭക്ഷണം കഴിച്ച് മൂക്കുമുട്ടി വയറ് നിറച്ചിരിക്കുന്നവർക്കാണോ? അല്ല, നമ്മൾ അതിന് അർഹരായവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ വസ്തുക്കൾ, വസ്ത്രമോ നമുക്ക് പറ്റാവുന്ന വസ്തുക്കൾ ദാനം ചെയ്യണം. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഫലസിദ്ധിയുള്ളത് അന്നദാനത്തിനാണ്. കാരണം വയറ് നിറഞ്ഞാൽ പിന്നെ ആരും ഭക്ഷണം വേണമെന്ന് പറയുകയില്ല. മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദാനങ്ങളിൽ ശ്രേഷ്ഠമായ ദാനം അന്നദാനമാണ്. അതിന് അർഹരായവരെ കണ്ടെത്തി ദാനം ചെയ്യാൻ ഇന്നത്തെ ദിനം ശ്രമിക്കുക. സ്വർണം ദാനം ചെയ്യാൻ കഴിയുന്നവർക്ക് സ്വർണം ദാനം ചെയ്യാം. വസ്ത്രം ദാനം ചെയ്യാൻ കഴിയുന്നവർക്ക് വസ്ത്രം ദാനം ചെയ്യാം. അതുപോലെ തന്നെ കുട, ചെരുപ്പ് എന്നീ വസ്തുക്കളും ദാനം ചെയ്യാം. അതുമല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് അത് വാങ്ങി നൽകാം. അതും മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ മുജ്ജന്മ പാപങ്ങളെയും ഈ ജന്മ പാപങ്ങളെയും എല്ലാം ക്ഷയിപ്പിക്കുന്നു. നമ്മുടെ കർമ്മഫലം കുറയ്ക്കുന്നു. പാപമുക്തി ലഭിക്കുന്നു. ഇതിനെല്ലാം ഇന്നത്തെ ദിനം വളരെ പ്രസക്തിയുള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹകല നിറഞ്ഞൊഴുകുന്ന ദിനമാണ് ഇന്ന്. ആദിശങ്കരൻ കനകധാരാ സ്തോത്രം ചൊല്ലി നെല്ലിക്കാമഴ പൊഴിച്ചത് ഈ ദിനത്തിലാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്രൗപദിക്ക് അക്ഷയപാത്രം നൽകി അനുഗ്രഹിച്ചതും ഈ ദിനത്തിലാണ്. അതുപോലെ തന്നെ കുബേരൻ സ്വർഗത്തിൽ ധനത്തിൻ്റെയും സ്വത്തുക്കളുടെയും കാവലാളായി മാറിയതും ഈ ദിനത്തിലാണ്. ഈ പ്രത്യേകതകളെല്ലാമുള്ള മഹത്തരമായ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ദിനമാണ് അക്ഷയ തൃതീയ. ഈ ദിനം നമുക്കും അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹകല കിട്ടുന്നതിന് വേണ്ടി ഈ നല്ല പുണ്യപ്രവൃത്തികളായ ദാനം, ജപം, പാരായണം എന്നിവ മറക്കാതെ ചെയ്യുക. എല്ലാവർക്കും അക്ഷയ തൃതീയയുടെ അക്ഷയ പുണ്യം ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.